വചനങ്ങളെ നമുക്ക് ബാക്കി ഭാഗം കേൾക്കണ്ടേ? ദേവിയുടെ മണിദ്വീപത്തിന്റെ വർണ്ണനാണ് ഇതൊക്കെ. നമ്മൾ 2-3 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ മണിദ്വീപ വർണ്ണനയാണ്. ഇനി അവിടെ സപ്തമാതൃക്കളുടെ നാമധേയങ്ങളാണ് ഇനി പറയുന്നത്. ബ്രാഹ്മി, വൈഷ്ണവി, വാരാഹി, കൗമാരി, ഇന്ദ്രാണി, മഹേശ്വരി, ചാമുണ്ഡി എന്നീ അതാണ് സപ്തമാതൃക്കളുടെ നാമങ്ങൾ. അവരോടൊപ്പം തന്നെ മഹാലക്ഷ്മിയും അവിടെ വസിക്കുന്നു. ഈ സപ്തമാതൃക്കൾ ബ്രഹ്മാണ്ടം തോറുമുള്ള മാതാക്കളുടെ സമഷ്ടി രൂപങ്ങളാണ്. ഇവരുടെ ആകാരം ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയവരുടെ ആകാരത്തിന് തുല്യമാണ് രൂപം, ശരീരം. മംഗളരൂപിണിയായ ഇവർക്കും വെവ്വേറെ സൈന്യങ്ങളുണ്ട്. ആ കോട്ടവാതിലിന്റെ ഗോപുരദ്വാരങ്ങളിൽ ദേവിയുടെ വാഹനങ്ങൾ എപ്പോഴും അലങ്കരിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ടാവും. കോടിക്കണക്കിന് കുതിരകളുണ്ട്, ആനകളുണ്ട്, കോടിക്കണക്കിന് പല്ലക്കുകളുണ്ട്, വിമാനങ്ങളുണ്ട്, രഥങ്ങളുണ്ട്, ഹംസങ്ങളുണ്ട്, സിംഹങ്ങളുണ്ട്, ഗരുഡന്മാരുണ്ട്, മയൂരങ്ങളുണ്ട്, വൃഷഭങ്ങളുണ്ട് എന്നിവയും ആകാശം മുട്ടുന്ന കൊടിക്കൂറകളോടുകൂടിയ രഥങ്ങളും സൈന്യങ്ങളും അവിടെ സജ്ജമായി നിൽക്കുന്നു. ദേവിക്ക് ഏതിലാണ് കയറി എവിടെയാണ് പോകേണ്ടെന്ന് തോന്നിയാൽ അതിൽ കയറി പോയിക്കോളും. വൈഡൂര്യക്കോട്ടക്കപ്പുറം ഇന്ദ്രനീല നിർമ്മിതമായ വൻമതിൽ 10 യോജന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടക്കകത്തുള്ള വാപികളും കെട്ടിടങ്ങളും വീഥിയും തടാകവും ഒക്കെ ഇന്ദ്രനീലക്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. അവിടെ ബഹുയോജന വിസ്തൃതമുള്ള ഒരു പത്മം ഉണ്ട്. സുദർശനം പോലെ പ്രകാശം പറ്റുന്ന ആ പത്മത്തിന് 16 ദളങ്ങളുണ്ട്. സഹസ്രമുള്ള പത്മല്ല കേട്ടോ. ആ 16 ദളങ്ങൾ ഓരോന്നും ദേവിയുടെ 16 ശക്തികളുടെ സ്ഥാനമാണ്. അവരുടെ നാമങ്ങൾ ഇപ്രകാരമാണ്. ഏത്? ആ ദളങ്ങളുടെ, പത്മത്തിന്റെ താമരയുടെ ദളങ്ങളുടെ പേരാണ് ഇനി വർണ്ണിക്കുന്നത്. കരാളി, വികരാളി, ഉമാ, സരസ്വതി, ശ്രീ, ദുർഗ, ലക്ഷ്മി, ഉഷ, ശ്രുതി, സ്മൃതി, ധൃതി, മേധ, ആര്യ, കാന്തി, മതി തുടങ്ങിയ ദേവികളാണവർ. ഓടക്കാറിന്റെ നിറത്തോടുകൂടി വാളും പരിചയും കയ്യിലേന്തി യുദ്ധക്കൊതി കൊണ്ട് നിൽക്കുന്ന അവർ ദേവിയുടെ സേനാനികളാണ്. ബ്രഹ്മാണ്ടം തോറുമുള്ള ശക്തി സ്വരൂപിണികളുടെ എല്ലാം അതീശ്വര്യമാണവർ. അവരുടെ പരാക്രമത്തെപ്പറ്റി പറയുവാൻ 1000 നാവുള്ള അനന്തന് കൂടി സാമർഥ്യം പോരാന്ന് പറയുന്നു. ഇന്ദ്രനീലക്കോട്ടക്കപ്പുറം 10 യോജന വിസ്തീർണത്തിൽ മുത്തുകൊണ്ട് നിർമ്മിച്ച വൻ കോട്ട സ്ഥിതി ചെയ്യുന്നു കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി മണിമയമായ മധ്യഭാഗത്ത് 8 തലങ്ങളുള്ള ഒരു താമരയുണ്ട്. നേരത്തെ പറഞ്ഞതിന് എത്രയായിരുന്നു? 16 തലങ്ങളല്ലേ. ഇപ്പോൾ പറയുന്ന അതിന്റെ പകുതി, 8 തലങ്ങൾ. മുത്തിന്റെ പ്രഭ വിതർന്ന കേസരമാണ് അതിൻ്റെത്. ആ നടുവിലുള്ള കേസരം ഇങ്ങനെ മുത്തുപോലെയാണ്. ആ 8 തലങ്ങളിലും ദേവിയുടെ 8 ശക്തികൾ വസിക്കുന്നു. അവർ ദേവിയുടെ ആകാരത്തിന് സമമായവരാണ്. ഏകദേശം ദേവിനെ പോലെ ഉണ്ടാവും അവരെ കണ്ടാൽ. അവരാണ് ജഗത്തിലുള്ള വർത്തമാനങ്ങളെല്ലാം ദേവിയെ അറിയിക്കുന്നത്. ചാരപ്പണി എടുക്കുന്ന ഒരു നൃത്തം. ദേവി വിചാരിക്കുന്ന മാത്രയിൽ തന്നെ ദേവിയുടെ ഇംഗിതങ്ങൾ അറിയുവാൻ സമർത്ഥരാണവർ. ബ്രഹ്മാണ്ടത്തിലുള്ള സർവ്വജീവജാലങ്ങളുടെയും പ്രവൃത്തികൾ അവർ ജ്ഞാനദൃഷ്ടികൾ കൊണ്ട് മനസ്സിലാക്കി ദേവിയെ അറിയിക്കുന്നു. ഇന്നാള് ഇന്ന പോലെ ചെയ്യുന്നിട്ടുണ്ട്, ഇന്നാളിപ്പം. അതായത് ഇപ്പൊ രാജേശ്വരി അമ്മ എൻ്റെ കഥ, അമ്മയുടെ കഥ പറയാണ് ചെയ്യുന്നതെന്ന് അവര് ദേവീനെ അറിയിക്കുന്നു. അവരുടെ പേര് ഇപ്രകാരമാണ്: അനംഗകുസുമ, അനംഗകുസുമ, ആതുര, അനംഗമദന, അനംഗം, അനംഗമദനാതുര, ഭുവനപാല, ഗഗനവേഗ, ശശിരേഖ, ഗഗനരേഖ. ഈ ദേവിമാർ അത്യധികം സൗന്ദര്യവതികളുമാണ്. പാശങ്ങളും അങ്കുശങ്ങളും പരാഭയ മുദ്രകളും ധരിച്ച് അവരുടെ രൂപം കുങ്കുമവർണ്ണാഭമാണ്, നല്ല ചുവപ്പ്. ഈ മുത്തിന്റെ കോട്ടക്കപ്പുറത്ത് 10 യോജന നീളത്തിൽ മനോഹരമായ മരതക കോട്ട കാണാം. അനാദരം സൗഭാഗ്യങ്ങളും ഐശ്വര്യവുമുള്ള ആ കോട്ട മരതകമയമാണ്. വിസ്തീർണമായ 6 കോണുകളുള്ള ഈ കോട്ടയിൽ വസിക്കുന്ന ദേവതമാരെ പറ്റി പറയാം. ഷഡ്കോണിന്റെ കിഴക്കേ കോണിൽ കിണ്ടി, അക്ഷമാല, ദണ്ട്, അഭയം
എന്നിവ ധരിച്ച് ബ്രഹ്മാവ് ഗായത്രിയോടുകൂടി വസിക്കുന്നു. പരദേവതയായ ഗായത്രി ദേവിയുടെ കയ്യിലുണ്ടാവും അപ്രകാരമുള്ള ആയുധങ്ങൾ. സകല സ്മൃതികളുടെയും ശ്രുതികളുടെയും പുരാണങ്ങളുടെയും ദേവതകൾ അവിടെ മൂർത്തീഭാവം കൊണ്ട് വാഴുന്നു. ബ്രഹ്മാവിന്റെയും ഗായത്രി ദേവിയുടെയും വ്യാസതികളുടെയും അവതാരങ്ങൾ അവിടെ ഉടൽ കൊണ്ട് വസിക്കുന്നു. രക്ഷാകോണിലെ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച് സാവിത്രി അവിടെ വാഴുന്നു. മഹാവിഷ്ണുവും അവിടെ ആയുധങ്ങൾ ധരിച്ചു വസിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ മത്സ്യം, കൂർമ്മം തുടങ്ങിയ അവതാരങ്ങളും സാവിത്രിയുടെ അവതാരങ്ങളും അവിടെ മൂർത്തിരൂപം ധരിച്ചു വാഴുന്നു. വരാഭയങ്ങളും മഴവും അക്ഷമാലയുമേന്തി മഹാരുദ്രനും സരസ്വതി ദേവിയും വായുകോണിൽ വസിക്കുന്നുണ്ട് കേട്ടോ. രുദ്രന്റെ ദക്ഷിണാമൂർത്തി തുടങ്ങിയ അവതാരങ്ങളും ഗൗരിക്ക് ഏതൊക്കെ അവതാരങ്ങളുണ്ടോ അതൊക്കെയും അവിടെ മൂർത്തിരൂപത്തിൽ വാഴുന്നുണ്ട്. 64 വേദങ്ങളും മറ്റ് വേദങ്ങൾ ഏതൊക്കെയുണ്ടോ അതും അവിടെ വസിക്കുന്നു. അഗ്നികോണിലെ രത്നകുംഭവും മണികിണ്ടിയും കയ്യിൽ ധരിച്ച് ധനദായകനായ കുബേരൻ മഹാലക്ഷ്മിയോടൊത്ത് അവിടെ വാഴുന്നു. ഭരണകോണിലെ രതീസഹിതനായ മദനൻ, അതായത് കാമദേവൻ, പാശാങ്കുശങ്ങളും വില്ലും അമ്പും ഒക്കെ ധരിച്ച് ഗംഭീരഭാവത്തില് അദ്ദേഹം അവിടെ ഉണ്ട്. ശൃംഗാരാദി നവരസങ്ങൾ അവിടെ മുക്തിഭാവം കൊണ്ട് വസിക്കുന്നു. കാമദേവനതല്ലേ വേണ്ടത്. ഈശാനകോണിലാരുണ്ട്? വീരനും വിഘ്നഹർത്താവുമായ വിഘ്നേശ്വരൻ പുഷ്ടിയോടുകൂടി പാശാങ്കുശധാരിയായി വിരാജിക്കുന്നു. ഗണേശന്റെ എല്ലാ വിഭൂതികളും ഐശ്വര്യങ്ങളോടുകൂടി അവിടെ വസിക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ ബ്രഹ്മാണ്ടങ്ങളിലെ ബ്രഹ്മാദികളുടെ സമഷ്ടി രൂപങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചവര്. അവര് ജഗദമ്പയെ പൂജിച്ചുകൊണ്ട് വസിക്കുന്നു. ഈ 16 കോട്ടയും കടന്നാൽ 100 യോജന വിസ്തീർണമുള്ള പ്രവാള നിർമ്മിതമായ കോട്ട കാണാം. ആ കോട്ട മുതൽ കുങ്കുമനിറത്തോടെ പ്രശോഭിക്കുന്നു. അതിൻ്റെ മധ്യഭാഗവും പവിഴം കൊണ്ട് നിർമ്മിച്ചതാണ്. അവിടെയുള്ള ഗൃഹങ്ങളും പവിഴമുത്തുകളെ കൊണ്ടുണ്ടാക്കിയതാണ്. പിന്നെന്താ, അവിടെ അതിൻ്റെ മധ്യത്തിലുണ്ടല്ലോ പഞ്ചഭൂതങ്ങളുടെ അതിദേവതമാരായ 5 ദേവിമാർ വസിക്കുന്നുണ്ട്. ത്രില്ലേഖ, ഗഗനാരിക്ത, കരാളിക, മഹോച്ഛുഷ്മ എന്നാണ് അവരുടെ നാമധേയങ്ങൾ. പാശം, അങ്കുശം, വരം, അഭയം എന്നിവ ധരിച്ചവർ ദേവിയെപ്പോലെ തന്നെ ആഭരണം ധരിച്ചവരാണ്. ദേവിക്ക് തുല്യരായവരാണ്. നവയൗവനത്താൽ ഗർഭിതരുമാണ് അവർ. വെറുതെ അല്ല. ആ പവിഴക്കോട്ടക്കപ്പുറം അനേകം യോജന വിസ്താരമുള്ള നവരത്നം കൊണ്ട് നിർമ്മിച്ച കോട്ട കാണാം. എത്ര കോട്ടയായി ഇപ്പൊ വർണ്ണിക്കുന്നത് അല്ലേ. അവിടെ ആമ്നായ ദേവതകളുടെ അനേകം ഗൃഹങ്ങൾ കാണാം. അവിടെയുള്ള ഗൃഹങ്ങളും സരസ്സുകളും തടാകങ്ങളും നവരത്നം കൊണ്ടുണ്ടാക്കിയതാണ്. ശ്രീദേവിയുടെ സമസ്ത അവതാരങ്ങളും അവിടെയാണ് വസിക്കുന്നത്. ഈ നവരത്ന കോട്ടക്കപ്പുറത്തായിട്ടാണ് മഹത്തരമായ ചിന്താമണി ഗൃഹം. ഈ ചിന്താമണി ദേവിയുടെ ചിന്താമണി ഗൃഹത്തിന്റെ പുറത്തുണ്ടായ കോട്ടകളൊക്കെയാണ് ഇപ്പൊ നമ്മള് ഇത്രയും വർണ്ണിച്ചത്. അവിടെയുള്ള എല്ലാ വസ്തുക്കളും ചിന്താമണി രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. സൂര്യകാന്ത കല്ലുകളെ കൊണ്ടും ചന്ദ്രകാന്ത കല്ലുകളെ കൊണ്ടും മിന്നൽ പിണർ കല്ലുകളെ കൊണ്ടും നിർമ്മിച്ച ആയിരക്കണക്കിനുള്ള തൂണുകളുടെ പ്രഭാപുരത്താൽ ആർക്കും അങ്ങോട്ട് നോക്കാൻ സാധ്യമല്ല. ആ പ്രഭ കൊണ്ട് അകത്തുള്ള വസ്തുക്കളൊന്നും ഒട്ടും ദൃശ്യമല്ലാതാനും. ഇത് കണ്ണിങ്ങനെ അഞ്ചിപ്പോവില്ല നോക്കുമ്പം. അങ്ങനെ ഇത്രയും വർണ്ണിച്ച് ഈ നാനാപ്രകാര വർണ്ണനം എന്ന് തന്നെയാണ് ഈ പ്രകരണത്തിന്റെ പേര്. അങ്ങനെ 11ാം അധ്യായം ദേവീപാദങ്ങളിൽ സമർപ്പിച്ചു. ഇനി നമുക്ക് ചിന്താമണി ഗൃഹത്തിലേക്ക് എത്തി. നമ്മള് ഇതൊക്കെ കടന്ന് നമ്മള് ദേവിയുടെ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് വർണ്ണിക്കുന്ന ആ ഗൃഹത്തിലേക്ക് എത്തി. ചിന്താമണി ഗൃഹത്തിന്റെ മധ്യഭാഗത്താണ് ദേവിയുടെ വാസസ്ഥാനം. 1000 തൂണുകൾ വീതമുള്ള 4 മണ്ഡപങ്ങളുണ്ട് കേട്ടോ അവിടെ. ഒന്ന് ശൃംഗാര മണ്ഡപം, രണ്ടാമത് മുക്തി മണ്ഡപം, മൂന്നാമത്തേത് ജ്ഞാനമണ്ഡപം, 4ാമത്തേത് ഏകാന്ത മണ്ഡപം. എല്ലാ മണ്ഡപങ്ങളും കോടി സൂര്യന്റെ പ്രഭയുള്ളതാണ്. അതിൽ 3ാമത്തെ മണ്ഡപത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് ജ്ഞാനമണ്ഡപം. അതൊരു ദേവി നമുക്ക് ജ്ഞാനം തന്നാൽ നമുക്ക് പിന്നെ വേറെ എന്ത് വേണ്ടത് ഈ ജന്മത്തില്.
എല്ലാ മണ്ഡപങ്ങളും മനോഹരമായി വിധാനിച്ചിരിക്കുന്നു. ഭംഗിയുള്ള ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ധൂപങ്ങളെ കൊണ്ട് സുഗന്ധപൂരിതമാണ് ആ മണ്ഡപങ്ങൾ. ആ മണ്ഡപങ്ങൾക്ക് ചുറ്റുമായി കാശ്മീര ഉപവനങ്ങളും കാണാം. പിച്ചകവും മുല്ലയും നിറഞ്ഞിരിക്കുന്ന ആ ഉപവനങ്ങളിൽ കസ്തൂരിമാനുകൾ ധാരാളമുണ്ട്. ആ മാനുകൾ ഇന്ന് വർണ്ണിക്കുന്ന കസ്തൂരി ഗന്ധമുണ്ടല്ലോ, അതവിടെ മാകെ വ്യാപിച്ചിരിക്കുന്നു. അവിടെയുള്ള തടാകങ്ങളുടെയും പൊയ്കകളുടെയും കൽപ്പടവുകൾ നവരത്നം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ധാരാളം താമരകളുള്ള ആ പൊയ്കകളിൽ സുധാരസവും ആസ്വദിച്ച് മതിച്ച് ഭ്രമരങ്ങളിങ്ങനെ മൂടെ നടക്കുന്നുണ്ട്. അന്നങ്ങളുണ്ട്, കുളക്കോഴികളുണ്ട്. അത് പേടിയൊന്നുമില്ല, അങ്ങനെ പേടിയില്ലാതെ വിഹരിക്കുന്നുണ്ട്. ദിക്തടങ്ങളിലെല്ലാം സുഗന്ധം വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മണിദ്വീപവും സുഗന്ധപൂരിതമായിരിക്കുന്നു. ശൃംഗാര മണ്ഡപത്തിൽ എന്താ, അവിടെ അപ്സരസുകൾ ദേവിക്കു ചുറ്റും നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യുന്നു. മുക്തിമണ്ഡപത്തിന്റെ മധ്യത്തിൽ ശിവ തന്റെ ഭക്തർക്ക് മുക്തി നൽകുന്നു. മൂന്നാമത്തെ മണ്ഡപമായ ജ്ഞാനമണ്ഡപത്തിന്റെ പരാശക്തി ജ്ഞാനോപദേശം നൽകുന്നു. നാലാമത്തെ മണ്ഡപത്തിൽ ദേവി തന്റെ മന്ത്രിനിമാരുമൊത്ത് ജഗത്തിന്റെ രക്ഷയെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ദേവി അങ്ങനെ 4 ഭാവത്തിലാണ് അവിടെ ഉള്ളത്. ചിന്താമണി ഗൃഹത്തിന്റെ അത്യുത്കൃഷ്ടങ്ങളും ശക്തി തത്വാത്മകങ്ങളുമായ 10 സോപാനങ്ങളോടുകൂടി ഒരു മഞ്ചം ഉണ്ട് അവിടെ. ഈ മഞ്ചത്തിന് 4 കാലുകളാണ് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. ഈ മഞ്ചത്തിന്റെ പലകയാണ് സദാശിവൻ. ആ മനോഹരമായ മഞ്ചത്തില് മഹാദേവി ഇങ്ങനെ വിരാജിക്കുകയാണ് കേട്ടോ. ലീലയ്ക്ക് വേണ്ടി ദേവി 2 രൂപം സ്വീകരിക്കാറുണ്ട്. സൃഷ്ടിയുടെ ആദ്യത്തിൽ മഹാദേവിയുടെ അർദ്ധാംഗമായി തീർന്ന മഹാദേവന്റെ രൂപമാണ് 1. മന്മഥന്റെ സൗന്ദര്യത്തിന് നിഷ്പ്രഭമാക്കുന്നതാണ് മഹാദേവന്റെ രൂപസൗന്ദര്യം. അതിസുന്ദരനാണ് മഹാദേവൻ എന്ന് പറയപ്പെടുന്നു. മന്മഥന്റെ സൗന്ദര്യത്തിന് പറഞ്ഞല്ലോ, 5 മുഖങ്ങളും 3 കണ്ണുകളുമുള്ള ആ മഹേശ്വരന്റെ കയ്യിൽ വരാഭയങ്ങളും മാനും മഴുവും ഉണ്ട്. 16 വയസ്സുള്ളവനും മണിഭൂഷണങ്ങൾ കൊണ്ട് വിഭൂഷിതനുമായ ഈ ദേവൻ സർവ്വലോകങ്ങൾക്കും ഈശ്വരനാണ്. കോടി സൂര്യന്റെ പ്രകാശവും കോടി ചന്ദ്രന്റെ ശീതളിമയും വെള്ളപ്പളങ്കിന്റെ നിറവുമുള്ള ആ ദേവന്റെ ഇടതുഭാഗത്തായി മഹേശ്വരി വിരാജിക്കുന്നുമുണ്ട്. ആ ദേവിയുടെ സ്വരൂപം എപ്രകാരം നമുക്ക് നോക്കാം. നവരത്നം പതിച്ച കാഞ്ചിയും അരഞ്ഞാണവും തങ്കത്തിൽ തീർത്ത വൈഡൂര്യവും പതിച്ച അങ്കദങ്ങളും ശോഭയാർന്ന ശ്രീചക്രത്തിന് തുല്യമായ തോടകൾ അണിഞ്ഞതിനാൽ പ്രകാശിക്കുന്ന മുഖപങ്കജവും ചന്ദ്രക്കലയെ വെല്ലുന്ന കാന്തിയുള്ള നെറ്റിത്തടവും പോര, ചെന്തുണ്ടിപ്പടത്തിനെ തോൽപ്പിക്കുന്ന പവിഴാധരങ്ങളും കുങ്കുമപ്പൊട്ടും കസ്തൂരിക്കുറിയും ചേർന്ന് ശോഭിക്കുന്ന വദനാബ്ജവും സൂര്യചന്ദ്രന്മാരെ പോലെ മിന്നിത്തിളങ്ങുന്ന ചൂടാരത്നങ്ങളും ശുക്രനക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന മൂക്കുത്തിയും കഴുത്തിൽ ചിന്താമണിമാലയിൽ ചിന്താമണി പതക്കം ചാർത്തിയും സ്തനങ്ങളിൽ ചന്ദനച്ചാറും കുങ്കുമവും കർപ്പൂരം തുടങ്ങിയവ പുരട്ടി സുഗന്ധപൂരിതമാക്കിയും ദേവി മഹാദേവന്റെ സമീപം അങ്ങനെ വിരാജിക്കുകയാണ് കേട്ടോ. ശംഖുപോലെ ഭംഗിയുള്ള കണ്ഠമാണ് ദേവിക്ക്. മാതളക്കുരു പോലെയുള്ള ദന്തനിരയാണ്. നമ്മൾ തുമ്പപ്പൂ പോലെ എന്നൊക്കെ പറയില്ല. ഉണ്ണിയുടെ ദന്തങ്ങളെ, അതായത് പല്ലുകളെ വർണ്ണിക്കും നമ്മള് തുമ്പപ്പൂ പോലെ എന്നല്ലേ പറയാ. ഇവിടെ ഇപ്പൊ മാതളക്കുരു എന്നാണ് പറയുന്നത്. വിലപിടിച്ച രത്നകിരീടം ചാർത്തിയ മൗരി, മതിച്ച വണ്ടിനിരയെ പോലെയുള്ള അളകങ്ങൾ അതിങ്ങനെ പാറിക്കൊണ്ടിരിക്കും. ആ അളകങ്ങൾ ചുംബിക്കുന്ന മുഖപങ്കജം, കളങ്കമില്ലാത്ത ശരത്കാല ചന്ദ്രനെ പോലെയുള്ള മുഖം, ഗംഗയിലെ നീർച്ചുഴി പോലെ തോന്നിക്കുന്ന പൊക്കിൽ ചുഴി, മാണിക്യക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ മോതിരങ്ങൾ അണിഞ്ഞ നീണ്ട വിരലുകള്, പാദസരം അണിഞ്ഞ മനോഹരമായ പാദങ്ങള്, രത്നം പതിച്ച മുലക്കച്ച കെട്ടിയ ഉന്നത സ്ഥലങ്ങള്, വരാഭയങ്ങളും തോട്ടി കയറെന്നിവിടത്ത കൈകളും ലതക്ക് സദൃശമായ അംഗങ്ങളുമുള്ള ദേവി മഹാദേവന്റെ അരികിലാണ് അങ്ങനെ വിരാജിക്കുന്നത്. ആ ദേവിയുടെ മൊഴി
ദേവി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വീണാനാദത്തിന്റെ മാധുര്യത്തെ ജയിക്കുന്നതാണ്. അനേകം സഖികളാലും ദേവാംഗനകളാലും പരിവേഷ്ടതയാണ് ദേവി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയും ചേർന്നവളാണ് ആ പരാശക്തി. ലജ്ജ, തുഷ്ടി, പുഷ്ടി, കീർത്തി, ക്ഷമ, കാന്തി, ദയ, ബുദ്ധി, മേധ, സ്മൃതി എന്നിവരുടെ മൂർത്തിരൂപമായ ദേവികളാലും ജയ, വിജയ, അജിത, പരാജിത, നിത്യ, വിലാസിനി, ദോഗ്ധ്രി, അഘോര, മംഗള, നവ എന്നീ പീഠശക്തികളാലും ദേവി സേവിക്കപ്പെടുന്നു എന്നറിയുക. ദേവിയുടെ കയ്യിലുള്ള ശംഖ്, പത്മം എന്നീ നിധികളിൽ നിന്ന് നവരത്നമയവും സ്വർണമയവുമായ ഒട്ടേറെ നദികൾ സുധാസമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നു. ആ ഭുവനേശ്വരി മഹാദേവന്റെ ഇടത്തുഭാഗത്തായി വിരാജിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഈ മഹേശ്വരി മഹാദേവന്റെ ഇടതുഭാഗത്ത് എപ്പോഴും ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് മഹേശ്വരന് സർവേശ്വത്വം സിദ്ധമായിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. ജയ ജയ മഹാദേവി. ഈ ചിന്താമണി ഗൃഹത്തിന്റെ അളവ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാവനസ്ഥിത എന്നൊക്കെ പറഞ്ഞിട്ടുമല്ലോ. ഇത്ര ഗംഭീരായിട്ട് ദേവിയുടെ ചിന്താമണി ഗൃഹം ഇതുവരെ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. 1000 യോജന നീളമുണ്ടെന്ന് അഭിജ്ഞർ പറയുന്നു. അനേകം ചുറ്റുമതിലുകളുണ്ട് ആ ഗൃഹത്തിന്. പുറമേയുള്ള മതിലിനേക്കാൾ ഇരട്ടി പൊക്കവുമുണ്ട് അകത്തുള്ള ഓരോ മതിലിനും. അന്തരീക്ഷത്തിൽ നിരാധാരമായിട്ടാണ് ആ കോട്ടകൾ നിൽക്കുന്നത്. ഒരാധാരമില്ല. ഇങ്ങനെ പ്രളയത്തിനും സൃഷ്ടിയിലും അത് ആവശ്യം പോലെ നിവരുകയും ചെയ്യും, ചുരുളുകയും ചെയ്യും. മറ്റു കോട്ടകളെക്കാൾ ശോഭയുണ്ട് ഈ കോട്ടയ്ക്ക്. കാരണം ഈ കോട്ട ശ്രീദേവിയുടെ വാസസ്ഥാനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഭൂമിയിലും നാഗലോകത്തിലും ദേവലോകത്തിലുമുള്ള ഉപാസകന്മാരെല്ലാം ഈ മണിദ്വീപിലാണ് എത്തിച്ചേരുന്നത്. ദേവിയെ കാണാൻ, കണ്ട് നമസ്കരിക്കാൻ, സങ്കടങ്ങളുണ്ടെങ്കിൽ ഉണർത്തിക്കാൻ ഒക്കെ. ദേവീ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ മരിക്കുന്നവരും ഈ ദേവീ സന്നിധിയിലാണ് എത്തിച്ചേരുന്നത്. ഭൂമിയിലുള്ള ദേവീ ക്ഷേത്രങ്ങളെ പൂജ ചെയ്യുമ്പോൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവര് എത്തുന്നത് ദേവിയുടെ പാദങ്ങളിൽ തന്നെയാണ്. ഈ ആ ലോകത്തിലാണ് പറയുന്നത്. നെയ്യ്, തൈര്, തേൻ, കരിമ്പിൻ നീര്, മുന്തിരിച്ചാറ്, മാമ്പഴത്തിന്റെയും ഞാവൽപ്പഴത്തിന്റെയും രസങ്ങൾ ഈ ദ്വീപിൽ നദികളായി ഒഴുകുന്നുണ്ട്. ഇഷ്ടം തോന്നുമ്പം, വെള്ളം കുടിക്കണം തോന്നുമ്പം എടുത്തെടുത്ത് കുടിച്ചൂടെ അല്ലേ? അവയിലെ രസം പാനം ചെയ്യുന്നവർക്ക് ജരാനരകളോ മൃത്യുഭയമോ കാമക്രോധാദി ചിന്തകളോ തൊട്ട് തീണ്ടുക പോലുമില്ല. അവിടെയുള്ളവർ എന്നും യൗവനത്തോടുകൂടി തങ്ങളുടെ ഭാര്യമാരോടൊത്ത് 1000 സൂര്യന്റെ തേജസ്സോടുകൂടി ഭുവനേശ്വരിയെ സദാ ഭജിക്കുന്നു. അതിൽ സാരൂപ്യം പൂണ്ടവരുണ്ട്, സായുജ്യം പ്രാപിച്ചവരുണ്ട്, സാലോക്യം പൂണ്ടവരുണ്ട്, സാമീപ്യം ലഭിച്ചവരുണ്ട്. ബ്രഹ്മാണ്ടത്തിലുള്ള ദേവതമാരെല്ലാം സമഷ്ടി രൂപം കൈക്കൊണ്ട് ഇവിടെ ദേവിയെ ഉപാസിക്കുന്നു. 7 കോടി മഹാമന്ത്രങ്ങളും ഇവിടെ മൂർത്തിരൂപം കൈക്കൊണ്ട് ദേവിയെ ഭജിക്കുന്നു. എല്ലാ മഹാവിദ്യകളും സാമ്യാവസ്ഥാത്മികയായ ശിവയെ, കാരണബ്രഹ്മത്തെ, ആ മായാ ശബള സ്വരൂപിണിയെ ഉപാസിക്കുന്നു കേട്ടോ. സൂര്യന്റെയോ ചന്ദ്രന്റെയോ മിന്നൽ കൊടിയുടെയോ വന്യയുടെയോ ദീപ്തി ഈ കോട്ടയുടെ ശോഭയുടെ കോടിയിലൊരംശം പോലും ആകില്ല. ചില സ്ഥലങ്ങളിൽ ഇതിന് മരതകപ്രഭയാണ്, എന്നാൽ ചില സ്ഥലങ്ങളിലോ പവിഴമുത്തിന്റെ പ്രകാശമാണ്. എന്നാൽ വേറൊരു സ്ഥലങ്ങളിലാണെങ്കിൽ മിന്നലിന്റെ പ്രഭയാണ്. ഇനി വേറൊരു സ്ഥലങ്ങളിൽ വൈരക്കല്ലിന്റെ പളവളപ്പാണ്. ചില സ്ഥലങ്ങളിൽ ചന്ദ്രകാന്ത പ്രഭയാണെങ്കിൽ മറ്റു ചിലയിടത്ത് സൂര്യകാന്ത പ്രഭയാണ് കേട്ടോ. ചിലയിടങ്ങളിൽ ദാവാഗ്നി പോലെ ശോഭിക്കുന്നു, എന്നാൽ തൊട്ട് വേറൊരിക്കല് സിന്ദൂര ഛവിയാണ്. ചിലയിടത്ത് ഇന്ദ്രനീലക്കല്ലിന്റെ പ്രഭ. ഇങ്ങനെ പോകുന്നു മണിദ്വീപിന്റെ വിശേഷത. രത്നക്കോട്ടകളും രത്നഗോപുരങ്ങളും രത്നക്കുന്നുകളും കൊണ്ട് തീർത്ഥമാണ് ഈ പ്രദേശം. ധാരാളം പൂങ്കാവനങ്ങളും ഉണ്ട്, അത് പിന്നെ ഇല്ലാതിരിക്കൂലല്ലോ. അവിടെയുള്ള മയിലുകളുടെ നൃത്തഭംഗിയും കപോതങ്ങളുടെ കുറുകലും കുയിലുകളുടെ കളപൂജനവും തത്തകളുടെ കൊഞ്ചലും കൊണ്ട് പ്രശോഭിതമാണ് ഈ സ്ഥലം. മനോഹരമായ സ്വച്ഛ സ്ഫടികതയാർന്ന ജലാശയങ്ങള്, അവിടെ മധ്യഭാഗത്ത് വിടർന്ന് പരിമളം പരത്തുന്ന താമരകള്,
100 യോജന ചുറ്റളവിൽ വ്യാപിക്കുന്ന സുഗന്ധം. മന്ദസമേതൻ ഇളങ്കാറ്റ്, ആ ഇളങ്കാറ്റിൽ ഇളകി ആടുന്ന തരുനിരകള്, ഏതാ മരത്തിന്റെ ഇലകള്. ചിന്താമണിയുടെ പ്രഭ കൊണ്ട് വിളങ്ങുന്ന പിണ്ടലം, രത്നപ്രഭ കൊണ്ട് പ്രകാശിക്കുന്ന ദിക്തടങ്ങള്, 10,000-കണക്കിന് ദീപങ്ങള്. രത്നജാലകത്തിലും കണ്ണാടി വാതിലുകൾ തട്ടി പ്രകാശിക്കുന്നതിനാൽ ദിഗ്ഭ്രമം ഉണ്ടാക്കുന്ന പ്രഭാപുരം എന്നിവ കൊണ്ട് പ്രശോഭിതമാണ് ഈ മണിദ്വീപം. സമസ്ത ഐശ്വര്യത്തിന്റെയും ഉത്കൃഷ്ടമായ ഗുണങ്ങളുടെയും സർവതേജസ്സിന്റെയും വിളനിലമാണ് ദേവിയുടെ ചിന്താമണി ഗൃഹം. എല്ലാ ആനന്ദങ്ങളും ഇവിടെ കുടികൊള്ളുന്നു. രാജൻ മഹത്തമമായ മണിദ്വീപത്തിനെ വിസ്തരിച്ച് പറഞ്ഞു തന്നില്ലേ. മഹാദേവിയുടെ സർവ്വലോകോത്തമോത്തമമായ സ്ഥാനമാണിത്. ഈ ഗൃഹത്തെ സ്മരിച്ചാൽ തന്നെ എല്ലാ പാപവും നശിക്കും. മരണസമയത്ത് ഈ ചിന്താമണി ഗൃഹത്തെ സ്മരിക്കാൻ സാധിച്ചാൽ തന്നെ ഈ മണിദ്വീപിൽ എത്തിച്ചേരുകയും ചെയ്യും. പുതിയ ഗൃഹം വെക്കുമ്പോഴും വാസ്തുപൂജ സമയത്തും പ്രയത്നിച്ചായാലും ശരി, ഈ മണിദ്വീപ വർണ്ണന പാരായണം ചെയ്താൽ സർവമംഗളവും വന്നു ചേരും എന്നുള്ള ഒരു ഗുണപാഠത്തോടുകൂടി ഈ പ്രകരണം ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയിപ്പോ ജനമേരിയ മഹാരാജാവ് ഒരു മഹാമഖം നടത്തുന്നതിനെ കുറിച്ചാണ് നമുക്ക് കേൾക്കാനുള്ളത്. അത് നമുക്ക് നാളെ ആവാം. ആയേന വാചാമനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ ജഗദംബികായേതി സമർപ്പയാമി.